സംസാരിക്കണമെങ്കിൽ ശ്രദ്ധയുണ്ട്. എവിടെയോ ശ്രദ്ധയില്ലാത്തവൻ സംസാരിക്കത്തില്ല. ശ്രദ്ധയെ ബഹുമാനിക്കുന്നില്ല. ശ്രദ്ധയുണ്ട്, അമ്മയുണ്ട്, പക്ഷെ അമ്മയെ ബഹുമാനിക്കുന്നില്ല. അമ്മയെ നിഷേധിക്കുന്നു, അമ്മയുമായിട്ട് തട്ടിക്കയറുന്നു. തള്ളേ, നിങ്ങൾക്ക് എന്ത് കോപ്പറിയാം? അവരാണ് ഈ ശരീരം തന്നത്. പക്ഷെ ആ സ്ത്രീയെ ബഹുമാനിക്കാതെ അവരെത്ര അറിവിൽ എത്ര ശുഷ്കിച്ചതായിക്കോട്ടെ, പക്ഷേ അവരിൽ ദൈവികത, ആ ഒരു അറിവുണ്ട്. അവരിലൊരു അറിവുണ്ട്. ആ അറിവാണ് നമ്മുടെ ശരീരത്തിന് രൂപം തന്നത്. ആ അറിവിനെ നമ്മൾ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അതൊരു മനോഹരമായിട്ടുള്ള ഒരു അറിവാണ് അമ്മ. ആ അമ്മയെ നമ്മൾ ബഹുമാനിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരം ഒരിക്കലും നമ്മുടെ ശരീരമാകത്തില്ല. അമ്മയെന്ന് പറയുന്ന അറിവിനെ ബഹുമാനിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ആ വ്യക്തിക്ക് എങ്ങനെയാണ് സമാധാനം ഉണ്ടാകുന്നത്? ആ വ്യക്തിക്ക് ഒരു സ്ഥലത്തും ശാന്തത കിട്ടത്തില്ല. അമ്മയുമായിട്ട് പൊരുത്തപ്പെടാൻ കേട്ടില്ല അഫ്സലെ? അമ്മയുമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കാത്തൊരു വ്യക്തിക്ക് അറിവിന് അടിസ്ഥാനം ഉണ്ടാകില്ല. അമ്മയുമായിട്ട് പൊരുത്തപ്പെടുമ്പോൾ അറിവിൻ്റെ ആരംഭമായി ഹൃദയവുമായിട്ട് ബന്ധം വരും. സ്വന്തം ഹൃദയമായിട്ട് ബന്ധം വേണമെങ്കിൽ അമ്മയുമായിട്ട് ബന്ധം വേണം. എളുപ്പമാർഗങ്ങളാണ്. എളുപ്പമല്ല, ഇതെങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾക്ക് അഫ്സല് ബുദ്ധിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ള ഭാഗം അഫ്സൽ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല. സുഹൃത്തെ, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തുടർച്ച വേണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് തുടർച്ച നഷ്ടപ്പെട്ടു പോയി. ഒരു വ്യക്തിക്ക് തുടർച്ച നഷ്ടപ്പെട്ട് അസ്വസ്ഥനായി, ഭ്രാന്തനായി, മാനസിക രോഗിയായി, തോന്നിവാസം സംസാരിക്കുന്നു. എവിടെ എന്തു സംസാരിക്കണമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെയുള്ള വ്യക്തിക്ക് അമ്മയെ തന്നെ ആശ്രയിക്കണം. തുടർച്ചയില്ലാത്തവൻ്റെ ഭാഗമാണ് പറയുന്നത്. ഒരു രോഗിയെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കും മാഷെ. നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ വെള്ളം തന്നെ കുടിക്കണം. അപ്പോൾ ഭക്ഷണം എന്ത് ചെയ്യുമെന്ന് ചോദിക്കല. ദാഹത്തെ പറ്റി പറയുമ്പോൾ വെള്ളം തന്നെ കുടിക്കണം, പെപ്സിയും കൊക്കക്കോളയുമല്ല. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യണമെന്നല്ല. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് 100 കൂട്ടം ചോദ്യങ്ങളാണ്. കാരണം ശ്രദ്ധയില്ല. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കയ്യിലല്ല, നിങ്ങളുടെ ചിന്തയുടെ ഭാഗത്താണ് നിങ്ങളുടെ ശ്രദ്ധ കിടക്കുന്നത്. അലസനാണ്. കൊണ്ടുവരണം. പ്രവൃത്തി ശ്രദ്ധിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് അമ്മ എന്ത് ചെയ്യും? അമ്മയുടെ ആ ശക്തിയുടെ അകത്തോട്ട് നമ്മളെ പിടിച്ചു നിർത്തുമ്പോൾ നമ്മുടെ അലക്ഷ്യമായിട്ടുള്ള മാനസികാവസ്ഥ സർവ്വതും തകർന്നു പോകും. ഹൃദയത്തിലുണ്ടാകുന്ന ആ സ്നേഹബന്ധം, അതാണ് അവിടെ അമ്മ എന്ന ഒരു വാക്കുകൊണ്ട് അവിടെ മാത്രം സ്ഥാപിക്കാൻ നോക്കുക. അല്ല, ഹൃദയം എന്നൊറ്റ വാക്കുകൊണ്ട് ഒരു കാര്യമില്ല. ഹൃദയം എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഒരു കാര്യമില്ല. അമ്മ എന്നുള്ള വാക്കുകൊണ്ട് കാര്യമില്ലെങ്കിൽ ഹൃദയം എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കിൽ ഒരു കാര്യമില്ല. ഹൃദയം എന്നൊരു വാക്കിൽ ഒരർത്ഥവുമില്ല. അമ്മ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥമില്ലെങ്കിൽ ഹൃദയം എന്ന് പറഞ്ഞ വാക്കിലും അർത്ഥമില്ല. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഹൃദയവും അമ്മയും എല്ലാം ഒന്ന് തന്നെയാണ്. ഇതെല്ലാം നമ്മളെ ചലിപ്പിക്കുന്ന ശക്തിയാണ്. നമുക്ക് സ്വരൂപം തരുന്ന മഹാശക്തിയാണ് ഹൃദയവും അമ്മയും. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഹൃദയത്തെ അറിയുന്നവൻ അമ്മയെ അറിയും, അമ്മയെ അറിയുന്നവൻ ഹൃദയത്തെ അറിയും. ഇതെല്ലാം പൊരുത്തപ്പെട്ട് നിൽക്കുന്ന അമ്മ എന്ന് പറയുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ജീവിക്കുന്ന അമ്മയുമായിട്ട് നല്ല ബന്ധമില്ലെന്നുള്ളതാണ്. ഹൃദയമായിട്ട് ഒരു കാരണവശാലും ബന്ധം ഉണ്ടാകില്ല. കാരണം കാണപ്പെടുന്ന ദൈവമാണ് അമ്മ. കാണപ്പെടുന്ന ദൈവമാണ് അമ്മ.
അങ്ങനെ കാണപ്പെടുന്ന ദൈവവുമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കാത്തവൻ അവൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം എങ്ങനെയാണ് അറിയാൻ പോകുന്നത്? ഒരു മാർഗവുമില്ല. മുമ്പിൽ കാണുന്ന മഹാത്ഭുതമാണ് അമ്മ. അങ്ങനെയുള്ള ആ മഹാത്ഭുതത്തെ അറിവായിട്ടെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഹൃദയത്തിലോട്ട് തൊടാൻ പറ്റത്തില്ല. അവന് ഹൃദയമുണ്ടെന്നുള്ളത് അവന് വെറും മറ്റേ കാതിൻ്റെ സൈഡിൽ ചെമ്പരത്തിപ്പൂ വെച്ച പോലെ ഇരിക്കും. അത്രയേ ഉള്ളൂ. രണ്ട് ചെവിലും ചെമ്പരത്തിപ്പൂ വെച്ച പോലെ ഇരിക്കും. മനസ്സിലായോ? നമ്മുടെ മനോനില അതനുസരിച്ച മനോനില എന്ന് പറയുമ്പോൾ സെബാസ്റ്റ്യന്റെ മനോനില എല്ലായിരിക്കും അരുണിന്റെ മനോനില, ശരത്തിന്റെ മനോനില. അപ്പൊ ഈ മനോനില എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ താളമാണ്. ആ താളമായിരിക്കും നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കും. ആ സംസാരമാണ് ശ്രദ്ധിക്കണം. എന്റെ പോസ്റ്റിന്റെ അഫ്സലെ ഇങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കാതെ, ഒരു കാര്യം സ്ഥാപിക്കാൻ ശ്രമിക്കാതെ നേരം കൊണ്ട് ഇത് കേട്ടോണ്ടിരിക്കുന്ന അഫ്സൽ ഇവിടെ ഒന്നും സ്ഥാപിക്കാൻ ശ്രമിക്കില്ല. ഇവിടെ ആരും ഒന്നും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നില്ല. അഫ്സൽ മാത്രമേ ഉള്ളൂ വന്നിരുന്നിട്ട് സ്ഥാപിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. ഇടയ്ക്കോട്ട് കയറിയിട്ട് കുറെ കാര്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഞാൻ എന്റെ തുടർച്ചയുടെ വാക്കുകൾ പറയുന്നത് നിങ്ങൾക്ക് സ്ഥാപനം ഞാൻ എന്റെ തുടർച്ചയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിനുണ്ടാകുന്ന മനസ്സിലാക്കിയ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ സ്ഥാപനത്തോടെ പറയുന്നത് കുറച്ച് സമയം ശ്രദ്ധയോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ അടുത്ത കാര്യം എന്തോ പറയുന്നു എന്നുള്ളത് ചിന്തിച്ചോണ്ടിരിക്കും അഫ്സല്. അഫ്സൽ ഇവിടെ കേൾക്കുന്നില്ല, ഒരു വക കേൾക്കുന്നില്ല. കേൾക്കാതിരുന്നേച്ച് അതിൽ തോക്കി കയറി വെടിവെക്കുന്ന രീതിയിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ആദ്യം മനസ്സിലാക്കുക അഫ്സൽ, അതിന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത്. അല്ലാതെ വാക്കുകളിലല്ല തുടരുന്നത്. അത് അരുണാചൽ ആദ്യം മനസ്സിലാക്കും. അരുണാചൽ വാക്കുകളിൽ തുടരുകയാണ്. സെബാസ്റ്റ്യന്റെ വാക്കുകളിൽ തുടർന്നുകൊണ്ട് കേൾക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അനുഭവങ്ങളിൽ തുടർന്നിരിക്കുന്നു. അതാണ് വ്യത്യാസം. ആദ്യം അനുഭവം എന്താണെന്ന് തിരിച്ചറിയാം. ആദ്യം എന്താണ് അനുഭവം അതൊന്ന് തിരിച്ചറിയാം. അത് കഴിഞ്ഞിട്ട് അഫ്സൽ സംസാരിക്കും. എന്താണ് അനുഭവം പറയൂ. അരുണാചൽ പറയാം. എന്താണ് അനുഭവം? അരുണാചൽ മനസ്സിലാക്കിയ അനുഭവം എന്താ? എന്റെ അനുഭവം എനിക്ക് മാത്രമുള്ളതാ. അഫ്സലിനോട് പറയാനുള്ളൂ. മാത്രം അനുഭവം കിട്ടുമെന്ന് അരുണാചൽ നിർബന്ധമുണ്ടോ? അരുണാചൽ വേറെ റൂമിൽ പോയി അനുഭവം കിട്ടില്ല എന്ന് പ്രശ്നമുണ്ട്. അഫ്സൽ ആദ്യം വേറെ വല്ല റൂമിൽ പോ. അരുണാചലിന്റെ സംസാരം എങ്ങനെയാണ്? നമ്മൾ ഒരാളെ വന്നിട്ട് അടിച്ചേൽപ്പിക്കാൻ നോക്കുമല്ലേ. ഞാൻ എന്റെ കാഴ്ചപ്പാട് പറയുന്നു. അരുണാചൽ അടിച്ചേൽപ്പിക്കലാണെങ്കിൽ അങ്ങനെയാണ്. അതിനെ തിരുത്തുന്നില്ല. അന്തരീക്ഷത്തിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അതോ തീരുമാനമാണ്. ഇപ്പൊ സെബാസ്റ്റ്യന്റെ തീരുമാനം, അരുണാചലിന്റെ എല്ലാവരുടെയും തീരുമാനമുണ്ട്. ആ തീരുമാനം അവർ പറയുന്നു. ഞാൻ പറയുമ്പോൾ അടിച്ചേൽപ്പിക്കലാണെങ്കിൽ അത് അരുണാചൽ സ്വീകരിക്കാത്തത് കൊണ്ട് മാത്രം. അപ്പോൾ നമ്മൾ എന്ന് പറയുന്നൊരവസ്ഥ, നമ്മളെന്ന് പറയുന്ന അവസ്ഥ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ പല പിള്ളേരും ഈ മയക്കുമരുന്ന്, കഞ്ചാവ് ഇതിൻ്റെയൊക്കെ അടിമയാകുന്നത് എന്തുകൊണ്ടാണ്? കാരണം ആ വ്യക്തിയിൽ അധികാരമില്ലാണ്ട്. കാരണം എങ്ങും അധികാരികളെ ആരെയും അംഗീകരിക്കുന്നില്ല. ഇവിടെയുള്ള ഒന്നിനെയും അംഗീകരിക്കാത്ത വ്യക്തി മയക്കുമരുന്നിൻ്റെ അടിമയാവും, ദുശീലങ്ങളുടെ അടിമയാവും. കാരണം അംഗീകാരം എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയുടെ ആരംഭമാണ്. പൂർണ്ണതയുടെ ഇവിടെ നിലനിൽക്കുന്ന സംവിധാനത്തിൻ്റെ സവിശേഷതയിൽ നിന്നാണ് ഒരു വ്യക്തിക്ക് അംഗീകാരമുണ്ടാകുന്നത്. അപ്പോൾ മാത്രമേ അംഗീകാരം ഉണ്ടാകത്തുള്ളൂ.
അല്ലെങ്കിൽ അംഗീകാരം ഉണ്ടാകത്തില്ല. നമുക്ക് പറയും നമ്മൾ ഈ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ഒരു ഭാഗത്തെ സാർ, നമ്മളിപ്പം അമ്മയെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് നമ്മളെന്ന് പറയുന്ന ഭാഗമല്ലേ? അതിന് മുന്നേ എന്താണ് അമ്മയ്ക്ക് ഇത്ര പ്രാധാന്യം? എന്താണ് അമ്മയ്ക്ക് നമ്മൾ എടുത്തെടുത്ത് അമ്മ അമ്മ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഫലമിച്ഛിക്കാതെ പ്രവർത്തിക്കാൻ കഴിവുള്ള അല്ല. അതായത് അതൊക്കെ തന്നെയാണ് അതിൻ്റെ റിസൾട്ട്, കോൺസിക്വൻസ് അതൊക്കെയാണ്. പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനവുമായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനവും ഹൃദയവുമായിട്ട് തന്നെ നമ്മുടെ ഹൃദയം തന്നെയാണ് അമ്മ, പുറത്ത് നിൽക്കുന്ന അമ്മ. നമ്മുടെ ഉള്ളിലുള്ള ഹൃദയത്തെ പുറത്ത് കാണാൻ കിട്ടുന്നു മഹാഭാഗ്യമല്ലേ? നമ്മളുടെ ഉള്ളിലെ ഹൃദയത്തെ പുറത്ത് കിട്ടുന്നതാണ് അമ്മ. അത് ഭയങ്കര വലിയ ഭാഗ്യമല്ലേ? അതാണ് അമ്മയുടെ പ്രത്യേകത. അച്ഛൻ്റെ പ്രത്യേകത എന്താണ്? പുരുഷൻ്റെ പ്രത്യേകത എന്താണ്? ആകാശത്തെ കിട്ടുന്നു. അതിൽ ആകാശത്തെ കിട്ടുന്നു. പുരുഷൻ ആകാശത്തെ നമുക്ക് തരുന്നു. അപ്പം അതാണ് മാതാപിതാ ഗുരു ദൈവം. ഇത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അമ്മയില്ലാതെ എങ്ങനെയാണ് അച്ഛനെ കിട്ടുന്നത്? പുരുഷനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹൃദയം വേണം. ഹൃദയം എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്. ഹൃദയം എന്ന് പറഞ്ഞത് സ്ത്രീയാണ്, ശരീരമാണ്. ശരീരത്തിന് വൃത്തിയില്ലാതെ എങ്ങനെയാണ് ആകാശവുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് പൊരുത്തപ്പെടണം? എന്ത് പൊരുത്തപ്പെടണം? പറയൂ. നമ്മൾ ഇപ്പം അമ്മ ഹൃദയം എന്ന് പറയുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അച്ഛൻ ആകാശം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് കണക്ട് ചെയ്യുക? ഹൃദയമുണ്ടോ? ശരീരമുണ്ടോ? ശരീരത്തിൽ അറിവുണ്ടോ? ശരീരത്തിൽ അറിവുണ്ടോ? ഈ അറിവ് നമ്മൾക്ക് വിശപ്പ് തരുന്നു, വിശപ്പറിയുന്നു. വിശപ്പറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഭക്ഷണം തേടും, അല്ലേ? ഭക്ഷണം തേടി കണ്ടുപിടിച്ച് കഴിക്കുന്നു. അപ്പോൾ ഭക്ഷണം തേടുന്നത് എങ്ങനെയാണ്? ഈ അറിവിൽ നിന്നല്ലേ ഭക്ഷണം തേടുന്നത്? അപ്പോൾ അവിടെ ഒരു ബന്ധമില്ലേ? ഈ ഭൂമിയിൽ എവിടെയോ കിടക്കുന്ന ഭക്ഷണത്തെ തേടിപ്പിടിച്ച് കൃത്യമായിട്ട് കൊണ്ടുവരാനുള്ള കഴിവുള്ളവന് മാത്രമേ ആകാശമായിട്ടുള്ള ബന്ധം ഉണ്ടാകത്തുള്ളൂ. ആകാശമായിട്ട് ബന്ധം വേണമെന്നുണ്ടെങ്കിൽ ഭൂമിയിലുള്ള അവസ്ഥയെ ഔസരമാക്കി മാറ്റാനുള്ള പ്രാപ്തിയുള്ളവന് മാത്രമേ ആകാശം എന്തെന്നറിയാനുള്ള അർഹതയുള്ളൂ. കാരണം ഈ ശരീരം ഒരു കോളുണ്ടേ. വണ്ടി റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചേ ഇന്ന് വണ്ടിയുടെ ലൈന് മറ്റേ ബ്രേക്കില്ലേ, അതും മാറാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൂടി മാറ്റിയിട്ട് കൊണ്ടുവരണമാണല്ലോ നല്ലത്. എല്ലാം മറ്റേന് 10,300 ആയിട്ടുള്ളൂ. മറ്റേ പമ്പും മാറ്റി, ഇത് ബുഷും മാറ്റി. പമ്പ് മാറ്റി. എന്തോ പമ്പിന്റെ വാഷർ ശരിയായില്ല. അടിപൊളി വാഷർ പഴയതാണല്ലോ കിട്ടിയത്, ശരിയായില്ല. പഴയത് അത് ഓക്കെ നല്ല ക്ലിയർ ആയിട്ട് എടുക്കാൻ കണ്ണീര് പോലെ. ചെളിയാണ് മൊത്തം, കാണാൻ ചെളി, എണ്ണി എടുക്കാം, കെട്ടുകണക്കിന് ചെളി. അപ്പൊ വണ്ടി ഇന്നത്തേക്ക് കിട്ടുമല്ലോ അല്ലേ കയ്യില്? ഇന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ജീപ്പിന്റെ അടിയിലൊക്കെ പല സ്ഥലത്തും തുരുമ്പിച്ചിരിക്കുകയാണ്, മറ്റേ മെയിൻ കമ്പോണന്റ് ഷാസിലൊക്കെ.
അത് കൊണ്ട് ലോക്കലായിട്ട് കൊണ്ട് എല്ലാ ആഴ്ചയിലും കൊണ്ട് ഗ്രീസ് ചെയ്യേണ്ടി വരും. ഇനി ഇതെല്ലാം റെഡി ആയി കിട്ടുമ്പോഴേ ഗ്രീസിൽ പൊതിഞ്ഞ് നിർത്തേണ്ടി വരും. അങ്ങനത്തെ പരിപാടി ഉണ്ട്. പിന്നെ അത് ആദ്യം കൊണ്ടേ ഒരു ലോക്കലായിട്ട് കൊണ്ട് ഞാനൊരു സ്ഥലത്ത് കയറ്റി എല്ലാം വണ്ടി